ഹായ്, ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ചോദനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ചോദനത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ മാറ്റമുണ്ടാകുമ്പോൾ ചോദനത്തിലും മാറ്റമുണ്ടാകും. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് are brought about by the changes in the factors determining demand. ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ചോദനത്തിലും മാറ്റമുണ്ടാക്കുന്നു. അപ്പോൾ രണ്ട് തരം മാറ്റങ്ങളാണ് നമുക്ക് ഡിമാൻഡിൽ കാണാവുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ മാറ്റങ്ങളെന്നും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ ശ്രദ്ധിക്കണം. ചെറിയ മാർക്ക് മാറ്റത്തിന് ചെറിയ തെറ്റ് വന്നാൽ നമ്മുടെ മാർക്ക് പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കാം. Changes in demand. Changes in demand. ചോദനത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. Changes in demand. There are two types of changes in demand. ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റം രണ്ട് തരമാണ്. ഒന്നാമത്തേതിനെ നമ്മൾ ചേഞ്ചസ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൈസ് ആണ്, വിലയിലുണ്ടാവുന്ന മാറ്റമാണ്. ഇനി രണ്ടാമത്തേത് ചേഞ്ചസ് അതർ ദാൻ പ്രൈസ്. അതർ ദാൻ പ്രൈസ്. പ്രൈസ് ഒഴികെയുള്ള ബാക്കി ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന മാറ്റം. അപ്പോൾ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന മാറ്റത്തെ ചേഞ്ച് എലോങ് ഡിമാൻഡ് കർവ് എന്ന് പറയും. ഡിമാൻഡ് കർവ് എന്നാണ് പറയാം. അതായത് വിലയിലുണ്ടാവുന്ന മാറ്റം ചോദനവക്രത്തിലൂടെ ഉണ്ടാവുന്ന മാറ്റമാണ്. അതർ ദാൻ പ്രൈസ്, വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന മാറ്റത്തെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കും. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ചോദനവക്രത്തിന്റെ മാറ്റം എന്നാണ് പറയുക. ഇനി ചേഞ്ച് എലോങ് ഡിമാൻഡ് കർവ് രണ്ട് തരത്തിലാണ് ഉണ്ടാവുന്നത്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡും കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡും. എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്, ഇത് കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് രണ്ട് തരത്തിലാണ്. അത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും രണ്ടാമത്തേത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും വിളിക്കും. ഡിക്രീസ്. ഇതിനെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് നോക്കാം. അതായത് ചോദനത്തിലുണ്ടാവുന്ന മാറ്റം, വിലയിലുണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാവുന്ന മാറ്റമാണ് എക്സ്പാൻഷനും കൺട്രാക്ഷനും. ചോദന വികാസവും ചോദന സങ്കോചവും. എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ആർ ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവ് as a result of changes in price. ഇനി എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. എക്സ്പാൻഷൻ, അതായത് നമുക്കറിയാം വില കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും, അല്ലേ? വില കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് കൂടും. അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് സെപ്പറേറ്റ് ഡയഗ്രത്തിൽ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ വില കുറയുമ്പോൾ ചോദനം കൂടുന്നതിനെയാണ് നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിമാൻഡ് കർവാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് എടുത്തു, ഒറിജിൻ മാർക്ക് ചെയ്തു, ക്വാണ്ടിറ്റി ഡിമാൻഡും മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നോക്ക്, വില OM ആയിരുന്നു. വില OM ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് OQ ആയിരുന്നു എന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് പോയിന്റ് A എന്ന് മാർക്ക് ചെയ്യാം. ഇനി വില കുറയുകയാണ്. M ൽ നിന്നും M1 ആയിട്ട് കുറഞ്ഞു.
എന്താണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് അങ്ങോട്ട് കൂടിയല്ലേ? ഡിമാൻഡ് എയിൽ നിന്നും ബി ആയി, എന്ന് വെച്ചാൽ ക്യൂവിൽ നിന്നും Q1 ആയിട്ട് മാറി. അപ്പോൾ വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. മാറ്റം എങ്ങനെയാണ് ഉണ്ടായത്? ഡിമാൻഡ് കർവിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും താഴോട്ടേക്ക് മാറി. അപ്പോൾ മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ് ആണ് അല്ലേ? ഡിമാൻഡ് കർവിൻ്റെ എ എന്ന മുകളിലുള്ള പോയിന്റിൽ നിന്നും ബി എന്ന താഴോട്ടുള്ള പോയിന്റിലേക്കുള്ള മാറ്റത്തെയാണ് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് ഈസ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിക്രീസ് ഇൻ പ്രൈസ്. വിലയിലുണ്ടാവുന്ന കുറവിൻ്റെ ഭാഗമായി ചോദനത്തിലുണ്ടാവുന്ന വർധനവിനെയാണ് ചോദന വികാസം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് നോക്കാം. കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്തായിരിക്കും? ചോദന ചുരുക്കം എന്നാണ് പറയുക അല്ലേ? ചോദന ചുരുക്കം എന്ന് പറഞ്ഞാൽ വില കൂടുന്നതിൻ്റെ ഫലമായി ചോദനത്തിലുണ്ടാവുന്ന കുറവിനെയാണ് ചോദന ചുരുക്കം എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെയും ഒരു ഡയഗ്രാം വരയ്ക്കാം. നമുക്ക് എക്സ് വൈ ആക്സിസുകൾ വരയ്ക്കുന്നു. അപ്പോൾ എക്സ് വൈ ആക്സിസിൽ ഇവിടെ നമ്മൾ പ്രൈസാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഒറിജിനാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കലായി ജസ്റ്റ് ഒരു ഡിമാൻഡ് കർവ് നമ്മളിവിടെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, സപ്പോസ് ആദ്യം സാധനത്തിൻ്റെ വില N ആണെന്ന് വിചാരിക്കാം. N എന്ന വിലയിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q ആണ്. അപ്പോൾ C എന്ന പോയിന്റിലാണ് ഇൻഡിവിജ്വൽ ഉള്ളത്. ഓക്കെ, ഇനി വില കൂടുകയാണ്. Nൽ നിന്നും N1 ആയിട്ട് കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ, ഡിമാൻഡ് കുറഞ്ഞ് Q1 ആയിട്ടല്ലേ ബാക്കിലോട്ട് വന്നു. അപ്പോൾ അതായത് സിയിൽ നിന്നും ഡിയിലേക്ക് പോയി. എന്നുവെച്ചാൽ എന്താണ്? ഡിമാൻഡ് കർവിൻ്റെ താഴെ ഭാഗത്ത് നിന്നും മുകളിലോട്ടുള്ള മാറ്റത്തെയാണ് കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് ഈസ് ദ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ്. വിലയിലുണ്ടാവുന്ന വർധനവിൻ്റെ ഫലമായി ചോദനത്തിലുണ്ടാവുന്ന കുറവിനെയാണ് ചോദന ചുരുക്കം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് മനസ്സിലായല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒറ്റ ഡയഗ്രത്തിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സപ്പോസ് ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു ഡയഗ്രത്തിൽ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ചിത്രം വരയ്ക്കാം കേട്ടോ. വൈയും എക്സുമാണ്. ഒരു ഡിമാൻഡ് കർവ് നേരത്തെ പോലെ തന്നെ നമ്മൾ അളവൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു. ഡിമാൻഡ് കർവ്. അപ്പോൾ ആദ്യം വില നോക്കാം. രണ്ട് പോയിന്റുകൾ, ഒ പി പ്രൈസാണ്, ഒ ക്യു ആണ് ക്വാണ്ടിറ്റി. വില കുറയുന്നതിൻ്റെ ഫലമായിട്ട് എയിൽ നിന്നും ബിയിലേക്ക് വരുന്നു. അപ്പം എന്താ സംഭവിച്ചേ? Q1 ആയിട്ട് കൂടി. പിയിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞപ്പോൾ Q1 ആയിട്ട് കൂടി. കണ്ടില്ലേ? ഇനി വേറൊരെണ്ണം നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്, P2. P1ൽ നിന്നും P2 ആയിട്ട് കുറഞ്ഞു. വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് കൂടും അല്ലേ? Q2 ആയിട്ട് കൂടി. അതേസമയത്ത് നമ്മൾ തിരിച്ചാണ് പറയുന്നതെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്ക്. അതായത് എയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റത്തെ എക്സ്പാൻഷൻ ഡിമാൻഡ്, ചോദന വർധനവ് എന്ന് വിളിക്കാം. അതേസമയം നോക്കാം, നമുക്കിവിടെ P2 ആയിരുന്നു വില എന്ന് വിചാരിക്കാം. സാധനത്തിൻ്റെ വില P2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ P2 വിലയിൽ Q2 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ P2വിൽ നിന്നും വില P1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. വില കൂടി. അപ്പോൾ എന്താ സംഭവിക്കുക? സിയിൽ നിന്നും ബിയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലേ? മാറ്റം ഉണ്ടാവും. അപ്പോൾ പുറകിലോട്ടുള്ള മാറ്റം. അപ്പം സിയിൽ നിന്നും ബിയിലോട്ട് പോകുന്നതിനെ കൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ
എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വില കുറയുന്നതിൻ്റെ ഫലമായി ചോദനത്തിലുണ്ടാവുന്ന വർധനവ്. ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് decrease in price is called expansion in demand, and decrease in demand as a result of increase in price is called contraction in demand. വിലയിലുണ്ടാവുന്ന വർധനവിന്റെ ഫലമായി ചോദനം കുറയുന്നതിനെ contraction in demand, ചോദന ചുരുക്കം എന്ന് വിളിക്കുന്നു. Both expansion and contraction in demand takes place along the demand curve. അല്ലേ, എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, സിയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു. രണ്ടും ഡിമാൻഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് എലോങ് ഡിമാൻഡ് കർവ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് നടക്കുന്നത് എങ്ങനെയാണ്? എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ടേക്സ് എലോങ് ഡിമാൻഡ് കർവ്. ഇനി നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ഡിമാൻഡ് as a result of factors, changes in factors other than price. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, വില ഇതര ഘടകങ്ങളിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് as a result of change in factors other than price. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡും രണ്ട് തരത്തിലാണ്. അപ്പോൾ വില ഇതര ഘടകങ്ങളിൽ ഉണ്ടായ മാറ്റം, സപ്പോസ് നമുക്കൊരു ഇൻകം ഡിമാൻഡ് ആണെന്നറിയാം. ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ ബഡ്ജറ്റ് ലൈൻ മാറുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായല്ലേ. അപ്പോൾ അതുകൊണ്ട് അതാണ് എളുപ്പം. അപ്പോൾ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് നമുക്ക് എടുക്കാം. ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡും രണ്ട് തരമാണുള്ളത്. ഒന്നാമത്തേത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കും. ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ആൻഡ് രണ്ടാമത്തേത് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ എന്താണ് രണ്ടെണ്ണം നോക്കാം. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാവുന്ന വർധനവിനെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സ് വൈ. അപ്പോൾ ആദ്യം ഇൻക്രീസ്, നമ്മൾ ബഡ്ജറ്റ് ലൈനിന്റെ ഷിഫ്റ്റ് പഠിച്ചില്ലേ, അതേപോലെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്, ഡി ഡി. ഇനി ഇൻകം വർദ്ധിച്ചു, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ വില കുറഞ്ഞു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ ഡിമാൻഡ് D1 ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ മാറ്റത്തെ എന്ത് വിളിക്കും? നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കും. അതായത് the increase shift in demand, forward shift in demand curve as a result of changes in factors other than price is called increase in demand. ചോദനവക്രം മുന്നോട്ടേക്ക് മാറുന്നത് എന്ത് കാരണത്താൽ? വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനവക്രം മുന്നോട്ടേക്ക് മാറുന്നതിനെ ഫോർവേഡ് ഷിഫ്റ്റ് എന്നാണ് പറയുക. മുന്നോട്ടേക്ക് മാറുന്നതിനെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കും. ഇനി ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ദ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന
മാറ്റത്തിൻ്റെ ഫലമായി ചോദനവക്രം പിന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കിത് നോക്കാം. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എങ്ങനെയാണ് വരയ്ക്കാന്ന്. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മളിവിടെ വരച്ചു. വൈ എക്സ് ഒറിജിൻ കൊടുത്തു. ഇവിടെ നമുക്കറിയാം പ്രൈസ് ആണ് എടുക്കുക, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇടും അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ഡിമാൻഡ് കേർവ് നമ്മൾ ഒറിജിനൽ ഡിമാൻഡ് കേർവ് ഇവിടെ വരച്ചു. അപ്പോൾ ഇതിന് നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ്, അതായത് ഒരാളുടെ ഇൻകം കുറയുകയോ അല്ലെങ്കിൽ അയാളുടെ മറ്റ് സാധനങ്ങളുടെ വില കൂടുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് കുറയുകയാണ് D1 ആയിട്ട്. അപ്പോൾ ബാക്ക്വേർഡ് ഷിഫ്റ്റ് കാണിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. വിലയിതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായി ചോദനവക്രം പിന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമുക്ക് ഓക്കെ. അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കുറച്ച് ഡീറ്റെയിൽ ആണ്, എന്നാലും നന്നായിട്ട് പഠിക്കുക. ഇത് എക്സാമിന് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.